ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫോർമാറ്റ് കൃത്യമായിട്ട് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ ഇത് അധികം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. എസ് എന് മാത്രം പ്രതീക്ഷിച്ചാൽ മതി മെയിനായിട്ട്. ഓക്കെ, അല്ലാണ്ട് ബാലൻസ് ഷീറ്റ് ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്. അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം നിങ്ങൾ പഠിക്കുക, അതിനായിട്ട് വേണ്ടി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഓഫ് അമർ ലിമിറ്റഡ്. അമർ ലിമിറ്റഡ് എന്നാണ് കമ്പനീൻ്റെ പേര്. ആസ് ഓൺ 31 മാർച്ച് 2019. അപ്പോൾ ഡേറ്റ് ഓർമ്മിച്ച് വെക്കുക, 31 മാർച്ച് 2019 ആണ് ഇവരുടെ ബാലൻസ് ഷീറ്റിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 41 lakh ആണ്. 41 ലക്ഷമാണ് അതിൻ്റെ വാല്യൂ, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഓക്കെ, എന്താണ് ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇസ് എ ഫിക്സഡ് അസറ്റ്. അതൊരു നോൺ കറൻറ്റ് അസറ്റാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇത് കാണുമ്പോൾ നമ്മൾ എന്താണ്, അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന നോട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ട് അത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്താ സാധനം എന്ന് അറിയണം, ഏത് ഗണത്തിൽപ്പെടുന്ന അസറ്റാണെന്ന് അറിയണം, അത് ഏത് ഗണത്തിൽപ്പെടുന്ന അസറ്റാണെന്ന് അറിയണം. സോ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇസ് എ നോൺ കറൻറ്റ് ടാഞ്ചിബിൾ അസറ്റ്. നോൺ കറൻറ്റ് അസറ്റ് ആസ് വെൽ ആസ് ഇറ്റ് ഇസ് എ ടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ എന്താണ് ഇത് എവിടെ വരും? ഇറ്റ് വിൽ കം അണ്ടർ ദി അസറ്റ് സൈഡ്, അണ്ടർ നോൺ കറൻറ്റ് അസറ്റ് സൈഡ്, അണ്ടർ എന്താണ് ടാഞ്ചിബിൾ അസറ്റ് അകത്തുനിന്ന് വരും, നോൺ കറൻറ്റ് അസറ്റ് വരും. ഗുഡ് വില് 5 ലക്ഷം, ഇറ്റ് ഇസ് എ നോൺ കറൻറ്റ് അസറ്റ് ബട്ട് ഇറ്റ് ഇസ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്. നോൺ കറൻറ്റ് അസറ്റ് ആണ്, പക്ഷെ അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. പിന്നെ അടുത്തത് ഇക്വിറ്റി ക്യാപിറ്റൽ വിച്ച് കംസ് അണ്ടർ ഇക്വിറ്റി. അതായത് ഇക്വിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? ഇക്വിറ്റി ക്യാപിറ്റൽ. അതിൽ ഇക്വിറ്റി ക്യാപിറ്റൽ അണ്ടറിലാണ് എന്ത് വരിക? ഇക്വിറ്റി ക്യാപിറ്റൽ വരിക. അതേപോലെ 8% ഡിബഞ്ചേഴ്സ്, 8% ഡിബഞ്ചേഴ്സ് വരിക. അതൊരു ലോങ് ടേം അല്ലെങ്കിൽ എന്താണ് നോൺ കറൻറ്റ് ലയബിലിറ്റിയാണ്. അതൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റിയാണ്. ഓക്കെ, അത് എവിടെ വരും? നോൺ കറൻറ്റ് ലയബിലിറ്റീൻ്റെ അണ്ടറിൽ, ഫിനാൻഷ്യൽ ലയബിലിറ്റീൻ്റെ അണ്ടറിലാണ് എന്ത് വരിക? ഈ പറയുന്ന 8% ഡിബഞ്ചേഴ്സ് വരിക. അടുത്തത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് വരിക എവിടെയാണെന്ന് വെച്ചാൽ അത് അസറ്റ് സൈഡിൽ നോൺ കറൻറ്റ് അസറ്റ് സൈഡിലാണ് വരിക. ഓക്കെ, അത് ടാഞ്ചിബിൾ അസറ്റിൻ്റെ അണ്ടറിലാണ് എന്ത് വരിക? ഈ പറഞ്ഞ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് വരിക. അത് കഴിഞ്ഞിട്ട് പാറ്റൻറ്റ് റൈറ്റ്സ് ഇസ് എ ഇൻടാഞ്ചിബിൾ അസറ്റ് വിച്ച് ഇസ് എ നോൺ കറൻറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പം നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ അണ്ടറിലാണ് എന്ത് വരിക? ഈ പറയുന്ന പാറ്റൻറ്റ് റൈറ്റ് വരിക. അതേപോലെ ഫ്രാഞ്ചൈസും അങ്ങനെ തന്നെ വരിക. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നാണ്. അതൊരു ഫിനാൻഷ്യൽ അസറ്റാണ്, നോൺ കറൻറ്റ് അസറ്റാണ്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ്, നോൺ കറൻറ്റ് അസറ്റ്. അത് കഴിഞ്ഞിട്ട് ജനറൽ റിസർവ്, റിസർവ് ആൻഡ് സർപ്ലസ്. ഇക്വിറ്റീൻ്റെ അണ്ടറിൽ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് എന്ത് വരിക? ജനറൽ റിസർവ് വരിക. അതേപോലെ സർപ്ലസ് എവിടെയാണ് വരിക? ഇക്വിറ്റീൻ്റെ അണ്ടറിൽ, റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് സർപ്ലസ് വരിക. ഓക്കെ, ഇനി പ്രൊവിഷൻ ഫോർ കോണ്ടിജൻസീസ് എവിടെ വരും? നോൺ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് എന്ത് വരിക? പ്രൊവിഷൻ ഫോർ കോണ്ടിജൻസീസ് വരിക. ഓക്കെ, അത് കഴിഞ്ഞ് ഷോർട്ട് ടേം ബോറോയിങ്സ് എവിടെ വരും? അത് കറൻറ്റ് ലയബിലിറ്റീൻ്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ട്രേഡ് പേയബിൾസ് എവിടെ വരും? അത് ട്രേഡ് പേയബിൾ കറൻറ്റ് ലയബിലിറ്റീൻ്റെ അണ്ടറിൽ. സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ അധികം ട്രേഡ് പേയബിളും ട്രേഡ് റിസീവബിളും നോൺ കറൻറ്റിലും വരുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ യാതൊരുവിധ സ്പെസിഫിക്കേഷൻ, ഇത് ലോങ് ടേം ആണോ അല്ലെങ്കിൽ നോൺ കറൻറ്റ് ആണോ എന്നുള്ള സ്പെസിഫിക്കേഷൻ ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? കറൻറ്റ് ലയബിലിറ്റീൻ്റെ അണ്ടറിൽ എഴുതുക, ട്രേഡ് പേയബിൾ. ഓക്കെ, അത് കഴിഞ്ഞ് ഡിഫേർഡ് ടാക്സ് അസറ്റ്സ്. അപ്പോൾ ഡിഫേർഡ് ടാക്സ് അസറ്റ്സിനെ കുറിച്ചിട്ടൊരു സ്പെസിഫിക്കേഷൻ ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ അത് എങ്ങോട്ടേക്ക് എഴുതുകയെന്ന് വെച്ചാൽ അത് നോൺ കറൻറ്റ് അസറ്റ്സിലേക്ക് എഴുതുക. ഓക്കെ, ഇൻവെൻട്രീസ് വിൽ ബി കറൻറ്റ് അസറ്റ്. ഇൻവെൻട്രി എന്താണ്? കറൻറ്റ് അസറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ എമൗണ്ടുകൾ നോക്കി വെക്കുക കേട്ടോ. ഇൻവെൻട്രി എത്ര വരുന്നത്? 22 ലക്ഷമാണ്. ഓരോ എമൗണ്ടുകൾ നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ട്രേഡ് റിസീവബിൾസ് എന്തായിട്ട് വരും? ദേ ആർ കറൻറ്റ് അസറ്റ്സ്. ട്രേഡ് റിസീവബിൾസ് ആർ കറൻറ്റ് അസറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് കറൻറ്റ് ടാക്സ് അസറ്റ്സ്. അതെന്താണ്? വരുത്തനുണ്ട്, കറൻറ്റ് ടാക്സ് അസറ്റാണ്. അപ്പോൾ കറൻറ്റ് അസറ്റിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, അതേപോലെ 9% ടേം ലോൺ ഫിനാൻഷ്യൽ ലയബിലിറ്റിയാണ്. അത് ലോങ് ടേം ഫിനാൻഷ്യൽ അല്ലെങ്കിൽ
നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ്. 9% ടേം ലോൺ. ക്യാഷ് ആൻഡ് ബാങ്ക് എന്നാണ്, അത് കറൻറ്റ് അസറ്റാണ്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ കറൻറ്റ് അസറ്റ്. അടുത്തത് കറൻറ്റ് ടാക്സ് ലയബിലിറ്റീസ്. ഓക്കെ, പേര് പോലെ തന്നെ എന്താണ് കറൻറ്റ് ടാക്സ് ലയബിലിറ്റീസ്, കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എവിടേക്കാണ് വരിക എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് ബാലൻസ് ഷീറ്റ് വരച്ചിട്ട് അത് തയ്യാറാക്കണം. ബാലൻസ് ഷീറ്റ് ഓരോന്നും തയ്യാറാക്കണം കൃത്യമായിട്ട് അതിൻ്റെ സ്പെസിഫിക് ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ കമ്പനീസ് ആക്ട് 2013 പ്രകാരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരയ്ക്കേണ്ടത്. ഒരു പെർട്ടിക്കുലേഴ്സ് കോളം, അതായത് ഈ ഒരു കോളത്തിന് റെലവൻസ് ഇല്ല ഇവിടെ, പെർട്ടിക്കുലേഴ്സ്, അതേപോലെ തന്നെ ഒരു നോട്ട് നമ്പർ എന്ന് പറഞ്ഞ ചെറിയൊരു കോളം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എമൗണ്ടിനൊരു കോളം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് മേലെ ചെയ്ത ബാലൻസ് ഷീറ്റ് ഓഫ് കമ്പനീൻ്റെ പേര് ആസ് ഓൺ ഡേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്ക് മെല്ലെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അത് അസറ്റ് സൈഡിലാണ് വരിക. അത് ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ നോൺ കറൻറ്റ് അസറ്റിൻ്റെ അണ്ടറിലാണ് വരിക. ഇത് ടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ അത് ആദ്യം തന്നെ എഴുതുക ടാഞ്ചിബിളായിട്ട്. ഇതും ലോങ് ടേം അസറ്റിൻ്റെ അകത്താണ് വരിക, പക്ഷേ അത് ഇൻടാഞ്ചിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ടാഞ്ചിബിൾ ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമേ ഇൻടാഞ്ചിബിൾ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ മറ്റെന്തെങ്കിലും ടാഞ്ചിബിൾ ഉണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻടാഞ്ചിബിൾ എഴുതുക. അതേപോലെ ഇക്വിറ്റി ക്യാപിറ്റൽ ഇക്വിറ്റിയിൽ വരേണ്ടതാണ്. ഡിബെഞ്ചേഴ്സ് അതും എന്താണ് ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഇതിന് തൊട്ട് താഴെ വരാം. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് താഴെയായിട്ട് എഴുതിയാൽ മതി. അതെന്താണ് ടാഞ്ചിബിൾ അസറ്റാണ്. എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാക്കുകയാണ്, അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സിൽ നിൽക്കുക, പൂർണ്ണമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, പാറ്റൻറ്റ് റൈറ്റ് എന്താണത്? പാറ്റൻറ്റ് റൈറ്റ് വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഫ്രാഞ്ചൈസ് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അത് ടാഞ്ചിബിൾ നോൺ കറൻറ്റ് അസറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പിലായിട്ട് ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം അതർ, അതായത് ഇൻടാഞ്ചിബിൾ അസറ്റായ ഗുഡ് വിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഈ പാറ്റൻറ്റ് ഫ്രാഞ്ചൈസ് ഒക്കെ കൂടി എഴുതി വെക്കുക. അത് കഴിഞ്ഞ് റിസർവ് എവിടെ വരും? റിസർവ് വരേണ്ടത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീൻ്റെ അണ്ടറിലാണ്. സർപ്ലസ് വരേണ്ടത് അതേപോലെ തന്നെ എന്താണ് റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ്. ഷോർട്ട് ടേം ബോറോയിങ്, ട്രേഡ് പേയബിൾസ്, ഇൻവെൻട്രീസ്, ടേം ലോൺ, ഈ വക കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ലോങ് ടേം അസറ്റിൽ വേറെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ലോങ് ടേം അസറ്റിൻ്റെ മെയിനായിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് മെല്ലെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെയിൻ ഹെഡിങ് നിങ്ങൾ എഴുതുക. അസറ്റ്സ്, ഇതാണ് മെയിൻ ഹെഡിങ്. ഈ അസറ്റ്സിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്താന്ന് വെച്ചാൽ നോൺ കറൻറ്റ് അസറ്റ്സ്, അസറ്റ്സിൻ്റെ അണ്ടറിൽ നോൺ കറൻറ്റ് അസറ്റ്സ്. അതിന് താഴെയായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ ഓരോന്ന് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ടാഞ്ചിബിൾ ഇവിടെ വരുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതേണ്ടത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് എടുത്ത് എഴുതുക. വേണമെങ്കിൽ നമ്മൾ എന്താണിത് നോട്ടായിട്ട് എഴുതാം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഒന്നിനുള്ളിൽ വരികയാണെങ്കിൽ നോട്ടായിട്ട് വേറെ എഴുതിയാൽ മതി. അപ്പോൾ അത് ആദ്യം തന്നെ നേരിട്ട് ഇവിടെ അതിൻ്റെ എമൗണ്ട് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ 41 ലാക്കാണ്. 41 ലാക്കാണ് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തത് അതും ടാഞ്ചിബിൾ അസറ്റിന് എഴുതുക. നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് വരുന്നത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. എമൗണ്ട് വരുന്നത് 4 ലക്ഷം. എമൗണ്ട് 4 ലക്ഷമാണ് വരുന്നത്. മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, എമൗണ്ട് വരുന്നത് 10 ലക്ഷം. ഓക്കെ, ഇത് മൂന്നുമാണ് മെയിനായിട്ട് വരുന്ന ടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, ഇത് മൂന്നും ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പോൾ അതാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ ആ നോട്ട്സ് നോക്കിയിട്ട് നോട്ട്സിൽ വിവരിച്ച പ്രകാരം അത് പ്രത്യേകം കണ്ടെത്തിയിട്ട് അതിങ്ങനെ ഗ്രൂപ്പായിട്ട് എഴുതുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനിയപ്പോൾ നമ്മൾ ടാഞ്ചിബിൾ എഴുതി, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് എഴുതാനുള്ളത്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ ആദ്യത്തേത് ഗുഡ് വില്ലാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണെന്ന് വെച്ചാൽ 5 ആണ്. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് എഴുതുക.
അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, അപ്പോൾ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ അകത്ത് നമ്മൾ 2 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വേറെ കണ്ടിട്ടുണ്ട്, പാറ്റൻറ്റും ഫ്രാഞ്ചൈസും. അത് രണ്ടുമാണ് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് അണ്ടറിൽ വരുന്നത്. അത് പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നോട്ടായിട്ട് എഴുതി വെച്ചതിന് ശേഷം എന്താണ് ഇവിടെ ആ ടോട്ടലിൻ്റെ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. ഇത് നിങ്ങൾ തൊട്ടടുത്ത പേജിൽ എഴുതുക. ഓക്കെ, നോട്ടായിട്ട് തൊട്ടടുത്ത പേജിൽ എഴുതിയാൽ മതി. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് പാറ്റൻറ്റ് റൈറ്റ്സ്, എമൗണ്ട് വരുന്നത് 10,60,000 ആണ്. അത് കഴിഞ്ഞ് അടുത്തത് ഫ്രാഞ്ചൈസസ്, അതിൻ്റെ എമൗണ്ട് വരുന്നത് 2,00,000 ആണ്. ഇതിൻ്റെ ടോട്ടല് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക 12,60,000. ഓക്കെ, അപ്പോൾ ഈ നോട്ട് 1-ൽ പറഞ്ഞ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ കണ്ട ബാലൻസ് ഷീറ്റിൻ്റെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അകത്ത് നിന്നാണ് ഈ ടോട്ടൽ എമൗണ്ട് എടുത്ത് എഴുതുക. ഓക്കെ ഓക്കെ അപ്പോൾ നോട്ട് ഏതാണ്? നോട്ട് നമ്പർ ഏതാണ്? 1 അല്ലേ? ഇതെങ്ങനെ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഈ 1-ാം നമ്പർ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ അറിയും? അതിൽ പാറ്റൻറ്റും ഫ്രാഞ്ചൈസും ചേർന്നിട്ടാണ് എത്ര എമൗണ്ട് വന്നിരിക്കുന്നത്? 12,60,000 വന്നിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് 6-ാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സ് നമ്മളെ പ്രോബ്ലത്തിൽ ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ 7-ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ അസറ്റ്സും പ്രോബ്ലത്തിൽ വരുന്നില്ല. പക്ഷേ ലോങ് ടേം ഡിഫേർഡ് ടാക്സ് അസറ്റ് വരുന്നുണ്ട്. ഡിഫേർഡ് അസറ്റ്സ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 1,40,000. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ത്? നോൺ കറൻറ്റ്, ഈ പറയുന്ന നോൺ കറൻറ്റ് അസറ്റ്സിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് കറൻറ്റ് അസറ്റ്സ് എഴുതണം. താഴെ എഴുതുക കറൻറ്റ് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ നോൺ കറൻറ്റും കറൻറ്റ് അസറ്റുമാണ് മെയിനായിട്ട് അസറ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ, ഈ കറൻറ്റ് അസറ്റ്സിൽ എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക് മെല്ലെ ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, കറൻറ്റ് അസറ്റ്സിൽ മെയിനായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻവെൻട്രീസ് വരുന്നുണ്ട്. ഓക്കെ, കറൻറ്റ് ടാക്സ് അസറ്റ്സ് വരുന്നുണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവാലൻസ്, ക്യാഷ് ആൻഡ് ബാങ്ക് അത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ട്രേഡ് റിസീവബിൾസും കറൻറ്റ് അസറ്റിൽ വരുന്നതാണ്. എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇൻവെൻട്രീസ് വരുന്നുണ്ട്, ട്രേഡ് റിസീവബിൾസ് വരുന്നുണ്ട്, കറൻറ്റ് ടാക്സ് അസറ്റ്സ് വരുന്നുണ്ട്, ക്യാഷ് ആൻഡ് ബാങ്കും വരുന്നുണ്ട്. ഓക്കെ, ഈ വക കാര്യങ്ങളാണ് കറൻറ്റ് അസറ്റ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് കറൻറ്റ് അസറ്റ്സിൽ ഇൻവെൻട്രീസ് വരുന്നുണ്ട് 22 ലക്ഷം. ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ അകത്ത് ട്രേഡ് റിസീവബിൾസ് 2,60,000 രൂപ, പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസ് ക്യാഷ് അറ്റ് ബാങ്ക് 2,40,000 രൂപ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് കറൻറ്റ് ടാക്സ് അസറ്റ്സ് 1 ലക്ഷം ഉണ്ട്, പിന്നെ അതർ കറൻറ്റ് അസറ്റ്സ് മറ്റൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത് നമ്മൾ മെയിനായിട്ട് അസറ്റ് സൈഡിൽ വരുന്നത്, ഒന്ന് നോൺ കറൻറ്റും ഒന്ന് കറൻറ്റും. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോട്ടൽ താഴെ എഴുതി വെക്കുക. 1 crore 2 lakh അതാണ് ടോട്ടൽ വരുന്നത്. ഇവിടെ എഴുതുക ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ അസറ്റ്സിൻ്റെ ടോട്ടലായി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഇനി ഈ ഒരു പേജിൽ അത് കൊള്ളിക്കാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ അടുത്ത പേജിലേക്കായിട്ട് എഴുതാമെന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എഴുതാണ്ട് നമുക്കിവിടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് കൊള്ളിച്ചിട്ട് അടുത്ത പേജിലേക്ക് ലയബിലിറ്റീസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി മെയിനായിട്ട് അടുത്ത പോയിന്റ് ആണെന്ത്? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ നേരത്തെ അസറ്റ് എന്ന് എഴുതി, അത് കഴിഞ്ഞിട്ട് എന്താണ് അസറ്റായിരുന്നു മെയിനായിട്ട് വരുന്നത്, അത് കഴിഞ്ഞ് അടുത്തതാണെന്ത്? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്.
ഓക്കെ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യം എഴുതേണ്ടത് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് സബ് ഹെഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റിയിൽ വരുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതുണ്ടോ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്. എത്ര എമൗണ്ട് വരുന്നത്? 40 lakh. അപ്പോൾ താഴെ നിങ്ങൾ എഴുതുക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ഉള്ളത്? 40 lakh. അത് കഴിഞ്ഞിട്ട് താഴെ അതർ ഇക്വിറ്റി, വിച്ച് മീൻസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, അപ്പോൾ അതർ ഇക്വിറ്റി, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ രണ്ട് സാധനമാണ് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. ഒന്ന് ജനറൽ റിസർവ് 10 lakhും സർപ്ലസ് 2,70,000. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1,27,000 വരും. ഇത് നോട്ട് നമ്പർ 2 ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, നോട്ട് നമ്പർ 2 ആയിട്ട് ഇവിടെ നോട്ട് നമ്പർ 2 എന്ന് എഴുതുക. 12,70,000. അപ്പോൾ ഇക്വിറ്റി ആയി. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി ആയി. ഇനി ലയബിലിറ്റീസ് ഏതാണ്ട് അതിനുള്ള സ്പേസ് നമുക്കില്ല, നമുക്ക് അടുത്ത പേജിൽ എഴുതാം. ഈ ആദ്യം തന്നെ നോൺ കറണ്ട് ലയബിലിറ്റി, അത് കഴിഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റീസ്. ഇനി നമുക്ക് നോൺ കറണ്ട് ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ നമുക്ക് ആദ്യം എഴുതാനുള്ളത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. അപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിന്റെ മറ്റൊരു പേരാണ് ബോറോയിങ്സ്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിന്റെ മറ്റൊരു പേരാണ് ബോറോയിങ്സ്. അപ്പോൾ രണ്ട് തരം ബോറോയിങ്സ് വരുന്നുണ്ട്. നമുക്ക് നോട്ടിലേക്ക് എഴുതിയതിന് ശേഷം നമുക്ക് എന്താണ് നമ്മളെ ഈ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ബോറോയിങ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോങ് ടേം അല്ലെങ്കിൽ നോൺ കറന്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ രണ്ട് ഐറ്റംസ് ആണ് നമ്മളെ ക്വസ്റ്റ്യനിലുള്ളത്. ആദ്യത്തേത് 8% ഡിബഞ്ചേഴ്സ്. അതിൻ്റെ എമൗണ്ട് വരുന്നത് 12,40,000 രൂപയാണ്. 12,40,000. അത് കഴിഞ്ഞിട്ട് 9% ടേം ലോൺ. 9% ടേം ലോൺ. അതിൻ്റെ എമൗണ്ട് വരുന്നത് 20 lakh. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വരിക 32,40,000. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൻ്റെ ഇവിടെ നോട്ട് നമ്പർ 3 എന്ന് എഴുതുക. ഇവിടെ എഴുതുക എമൗണ്ട് എഴുതുക 32,40,000. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന പ്രൊവിഷൻസ് ഫോർ കോണ്ടിജൻസീസ് ലോങ് ടേം ആയതുകൊണ്ട് എത്ര എമൗണ്ട് വരുന്നത്? 1 lakh. അത് നമ്മുടെ എന്താണ് നോൺ കറന്റ് ലയബിലിറ്റീസ് അണ്ടറിൽ എഴുതുക. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻസ് ഫോർ കോണ്ടിജൻസീസ് ലോങ് ടേം എവിടെ വരുന്നത്? അതും നോൺ കറന്റ് ലയബിലിറ്റീസ് അണ്ടറിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് എഴുതാനുള്ളത്, നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റീസ് എഴുതി. ഇനി അടുത്തതായിട്ട് എഴുതാനുള്ളത് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ്. ഓക്കെ, കറന്റ് ലയബിലിറ്റീസിൽ ആദ്യത്തേത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ആദ്യം തന്നെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസാണ് വരിക. അതിൽ ട്രേഡ് പേയബിൾസ് 12,13,000 വരും. ഷോർട്ട് ടേം ബോറോയിങ്സ് 2 lakh വരും. അത് കഴിഞ്ഞിട്ട് അതർ കറന്റ് ലയബിലിറ്റീസ് ഒന്നും വരുന്നില്ല, പ്രൊവിഷൻസ് വേറെ വരുന്നില്ല. പിന്നെ ഒരു കറന്റ് ടാക്സ് ലയബിലിറ്റീസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതർ കറന്റ് ലയബിലിറ്റീസ് വരുന്നില്ല, പ്രൊവിഷൻസ് വരുന്നില്ല, കറന്റ് ടാക്സ് ലയബിലിറ്റീസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ, അതായത് ഇക്വിറ്റിയും കൂടി ചേർത്ത് ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് 1,02 lakh ആണ്. 1,02 lakh. ഇതാണ് ടോട്ടൽ ലയബിലിറ്റീസ്, ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ടോട്ടൽ ലയബിലിറ്റീസ് എഴുതിയാൽ മതി. ടോട്ടൽ ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ ബാലൻസ് ഷീറ്റ് എഴുതി.
അസറ്റ്സ് ഒക്കെ എഴുതി. അത് ആദ്യം തന്നെ നോൺ കറണ്ട് അസറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കറണ്ട് അസറ്റ്സ് എഴുതി. ഓക്കെ, അത് കഴിഞ്ഞ് ടോട്ടൽ അസറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ എഴുതുന്നത്. അതിനുശേഷം നമ്മൾ ലോങ് ടേം അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് എഴുതി. കറണ്ട് ലയബിലിറ്റീസും നമ്മൾ എഴുതി, അതിൻ്റെയും ടോട്ടൽ കണ്ടു. ഇത് ടോട്ടൽ എന്ന് വെച്ചാൽ ഈ ലയബിലിറ്റീസിൻ്റെയും പിന്നെ ഇക്വിറ്റീൻ്റെയും കൂടി ചേർത്തിട്ട്, അതായത് ഇക്വിറ്റീൻ്റെയും കൂടി ചേർത്തിട്ട് ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ ടോട്ടൽ ലയബിലിറ്റീസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന നോട്ട്സ് ആണ്. അത് നിങ്ങൾ അതിന് സ്പേസ് കണ്ടെത്തിയിട്ട് നമ്മളെ ആൻസറിന് ശേഷം വരുന്ന വിധത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നോട്ട് നമ്പർ 1, 2, 3. ഓക്കെ, അത് നമ്മളിങ്ങനെ കുറിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 1 വരുന്ന സ്ഥലത്ത് 1, ഇവിടെ എന്താണ് 3-ൻ്റെതാണിത്. എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്, ബോറോയിങ്സിൽ വരുന്നതാണ് എന്ത് ഈ 2 സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്? ഉദാഹരണമായിട്ട് ഒരു ചോദ്യം കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഇത്രയൊരു സൈസിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ വരിക. ഓക്കെ, എക്സാമിനേഷനും ഈ ഒരു സൈസുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ വല്ലാണ്ട് നീണ്ടു പോയി കഴിഞ്ഞാൽ അത് ആ ടൈമിംഗ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും എക്സാമിനറും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം തന്നെ ട്രേഡ് റിസീവബിൾസ് ആണ്. എന്താണിത്? കറണ്ട് അസറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റൽ എവിടെ വരും? നമ്മൾ ഇക്വിറ്റീൻ്റെ സൈഡിൽ എഴുതേണ്ടതാണ്. അത് കഴിഞ്ഞിരുന്നാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻറ്റ്, കറണ്ട് അസറ്റ്. ഓക്കെ, അത് കഴിഞ്ഞാണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതെന്താണ് നോൺ കറണ്ട് അസറ്റ്. അത് കഴിഞ്ഞ് ഗുഡ് വിൽ, ഇൻടാഞ്ചിബിൾ, നോൺ കറണ്ട് അസറ്റ്. അത് കഴിഞ്ഞ് റീറ്റെയിൻഡ് ഏർണിങ്സ്, അത് റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അകത്ത് വരേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഡിഫേർഡ് ടാക്സ് അസറ്റ്സ്, ചോദ്യത്തിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോൺ കറണ്ട് അസറ്റിലേക്ക് അത് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞ് അതർ കറണ്ട് അസറ്റ്സ്, മറ്റ് കറണ്ട് അസറ്റ്സ്, അതവിടെ വരും കറണ്ട് അസറ്റിൽ. അത് കഴിഞ്ഞ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതും ചോദ്യത്തിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് നോൺ കറണ്ട് ലയബിലിറ്റീസിലേക്ക് മാറ്റുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, ബാങ്ക് ലോണ് അതും ലയബിലിറ്റിയാണ്. അത് ലോങ് ടേം അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി. ട്രേഡ് പേയബിൾ, കറണ്ട് ലയബിലിറ്റി. എൻവിയോൺമെൻ്റൽ റീസ്റ്റോറേഷൻ പ്രൊവിഷൻ, ഇത് നോൺ കറണ്ട് ലയബിലിറ്റീൻ്റെ ഇടയിൽ എഴുതേണ്ടതാണ്. ഷോർട്ട് ടേം പ്രൊവിഷൻസ്, കറണ്ട് ലയബിലിറ്റി. അത് കഴിഞ്ഞിട്ട് കറണ്ട് ടാക്സ് പേയബിൾ, അതെന്താണ് കറണ്ട് ലയബിലിറ്റി. നമ്മുടെ ആൻസർ ആണിത്. ഓക്കെ, ബാലൻസ് ഷീറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോട്ട് നമ്പർ എഴുതിയിട്ടില്ല, നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ആ ടെക്സ്റ്റിൽ നോട്ട് നമ്പർ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഓരോ പറഞ്ഞ ഐറ്റംസ്, ആദ്യം അസറ്റ്സ് എഴുതി, അതിൽ നോൺ കറണ്ട് അസറ്റ്സും കറണ്ട് അസറ്റ്സും. നോൺ കറണ്ട് അസറ്റ്സിൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സംഗതികൾ ഇതൊക്കെയാണ്. എന്താണ്? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഗുഡ് വില്, ഡിഫേർഡ് ടാക്സ് അസറ്റ്. ഇത് മൂന്നുമാണ് എന്തിൽ പെടുന്നത്? നോൺ കറണ്ട് അസറ്റിൽ. കറണ്ട് അസറ്റിൽ പെടുന്നത് ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻറ്റ്, പിന്നെ എന്താണ് അതർ കറണ്ട് അസറ്റ്സ്. ഇതൊക്കെ ക്വസ്റ്റ്യനിലുണ്ട്. ഇതിൻ്റെ ടോട്ടൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഇവിടെ ഹെഡിങ് വരെ എഴുതിയിട്ടില്ല. അതിന് മുകളിലായിട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എഴുതുക. അസറ്റ്സിന് എഴുതിയ പോലെ ഇവർ എന്ത് ചെയ്തിട്ടില്ല, അവിടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന് ഹെഡിങ് എഴുതിയിട്ടില്ല. ഇക്വിറ്റിന്ന് എഴുതുക, ഷെയർ ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തത്. പിന്നെ അതർ ഇക്വിറ്റിയിലാണ് എന്ത് വരുന്നത്? റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, ഇവിടെ അവർ നോട്ട് തയ്യാറാക്കിയിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നോൺ കറണ്ട് ലയബിലിറ്റീസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ബോറോയിങ്സ്, അത് ബാങ്ക് ലോണാണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് ലോണാണ് ബോറോയിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എൻവിയോൺമെൻറ്റ് റീസ്റ്റോറേഷൻ പ്രൊവിഷൻ 1,70,000. ഓക്കെ, അത് ഇതിൽ പെടും നോൺ കറണ്ട് ലയബിലിറ്റിയിൽ. അത് കഴിഞ്ഞിട്ട് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് നോൺ കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ്, അതർ കറണ്ട് ലയബിലിറ്റീസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റിയാണ്. അത് കഴിഞ്ഞ് ഷോർട്ട് ടേം പ്രൊവിഷൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കറണ്ട് ടാക്സ് പേയബിൾ. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെയും എന്താണ് ഈക്വൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ.